നമസ്കാരം. മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ഗൾഫിൽ കോവിഡ് ബാധിച്ച ഇന്നൊരു മലയാളി മരിച്ചു. മരിച്ചത് കൊല്ലം സ്വദേശി ഷെരീഫ്. ആകെ മരിച്ച മലയാളികളുടെ എണ്ണം 287ആയി. സൗദിയിൽ കോവിഡ് ബാധിതനായ മലയാളി ആത്മഹത്യ ചെയ്തു. മരിച്ചത് കൊല്ലം സ്വദേശി മധുസൂദനൻ. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ച ഇന്ന് 54 മരണം. 3383 പേർക്ക് രോഗബാധ. കുവൈറ്റിൽ 24 മണിക്കൂറിനിടെ 919 പേർക്ക് കോവിഡ്. ഖത്തറിൽ കോവിഡ് ബാധിച്ച 3 പേർ കൂടി മരിച്ചു. രാജ്യത്ത് വൈറസ് ബാധയുടെ നിരക്കിടിയുന്നു. ഖത്തറിൽ ഇലക്ട്രിക് ബസ്സുകൾ സജീവമാക്കാൻ നടപടികൾ. 2022ഓടെ 20% ബസ്സുകളും ഇലക്ട്രിക് ബസ്സുകളാക്കി മാറ്റുമെന്ന് റിപ്പോർട്ട്. കേരളത്തിൽ ഇന്ന് 160 പേർക്ക് കോവിഡ്. 14 ദിവസവും 100-ലധികം വൈറസ് ബാധിതർ. 202 പേർക്ക് രോഗമുക്തി. സമ്പർക്കത്തിലൂടെ രോഗം 14 പേർക്ക്. തലസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ച 4 പേരുടെയും ഉറവിടം അവ്യക്തത. കൊച്ചിയിൽ നിയന്ത്രണം കടുപ്പിച്ചു. കൊല്ലം നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ മത്സ്യത്തൊഴിലാളികളെ ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് കൊന്ന കേസിൽ ഇന്ത്യക്ക് അനുകൂലമായ വിധി. കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയെന്ന് അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. ഗൾഫിൽ കോവിഡ് ബാധിച്ച ഇന്നൊരു മലയാളി മരിച്ചു. കൊല്ലം അഞ്ചൽ സ്വദേശി പുത്തൻവീട്ടിൽ ഷെരീഫാണ് റിയാദിൽ മരിച്ചത്. 52 വയസ്സായിരുന്നു. ഇതോടെ ആകെ മരിച്ച മലയാളികളുടെ എണ്ണം 287ആയി. അതിനിടെ സൗദിയിൽ കോവിഡ് ബാധിച്ച ചികിത്സയിലിരുന്ന മലയാളി ആത്മഹത്യ ചെയ്തു. കോവിഡ് ബാധയേറ്റ് ഗുരുതരാവസ്ഥയിലായ കൊല്ലം ഒടനാവട്ടം സ്വദേശി വി മധുസൂദനാണ് കിഴക്കൻ സൗദിയിലെ ജുബൈലിൽ ആത്മഹത്യ ചെയ്തത്. കോവിഡ് സ്ഥിരീകരിച്ച വീട്ടിൽ ക്വാറന്റൈനിൽ കഴിയുകയായിരുന്നു ഇദ്ദേഹം. 58 വയസ്സായിരുന്നു. സൗദി അറേബ്യയിൽ കോവിഡ് ബാധിച്ചെന്ന് 54 പേർ മരിച്ചു. 3383 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. സൗദിയിലാകെ 1752 പേർ മരിക്കുകയും 1,97,608 പേർക്ക് രോഗം ബാധിക്കുകയും ചെയ്തു. 4909 പേർക്കാണ് ഇന്ന് രോഗം ഭേദമായത്. സൗദിയിൽ ഇതുവരെ കോവിഡ് രോഗം ഭേദമായത് 1,37,669 പേർക്കാണ്. കോവിഡ് ചികിത്സയിലുള്ള 58,187 പേരിൽ 2,287 പേരുടെ നില ഗുരുതരമാണ്. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 919 പേർക്ക് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചു. 675 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ രോഗബാധിതരുടെ ആകെ എണ്ണം 47,859ഉം രോഗമുക്തി നേടിയവരുടെ എണ്ണം 38,890 ഉയർന്നു. ഇന്ന് ഒരു മരണം മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ഇതോടെ കോവിഡ് മരണസംഖ്യ 359ആയി. പുതിയ രോഗികളിൽ 549 പേർ കുവൈത്ത് പൗരന്മാരാണ്. നിലവിൽ 9,110 പേരാണ് ചികിത്സയിലുള്ളത്. ഇതിൽ 142 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ്. സ്റ്റേറ്റ് ഓഫ് ഖത്തറിൽ കോവിഡ് ബാധിച്ച 3 പേർ കൂടി മരിച്ചു. ഇതോടെ രാജ്യത്തെ കോവിഡ് ബാധിതരുടെ മരണനിരക്ക് 118ലേക്കെത്തി. പുതുതായി 894 പേരിൽ കൂടി വൈറസ് സാന്നിധ്യം കണ്ടെത്തി. ഖത്തറിൽ തുടർച്ചയായി വൈറസ് ബാധയുടെ നിരക്ക് ഇടിയുകയാണ്. 86,000-ലേറെ വൈറസ് ബാധിതർ കോവിഡിനെ മറികടന്നു. രാജ്യത്തെ പരിചരണ കേന്ദ്രങ്ങളിലെ പുതിയ അഡ്മിഷനുകൾ 2 അക്കത്തിലേക്കും അത്യാഹിത വിഭാഗത്തിലേത് ഒറ്റയക്കത്തിലേക്കും താഴ്ന്നു. 57ഉം 58ഉം 67ഉം വയസ്സ് പ്രായമുള്ളവരാണ് ഖത്തറിൽ ഏറ്റവും ഒടുവിലായി വൈറസ് ബാധിച്ച് മരിച്ചത്. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ അനുസരിച്ച് രാജ്യത്ത് പുതുതായി 894 പേരിൽ കൂടി വൈറസ് സാന്നിധ്യം കണ്ടെത്തി. 2,632 പേർ രോഗത്തെ മറികടന്നതായും കണക്കുകൾ വ്യക്തമാക്കുന്നു. ആകെ 97,897 പേരിൽ വൈറസ് ബാധ കണ്ടെത്തിയതിൽ 86,597 പേരും രോഗാവസ്ഥ മറികടന്നു എന്നത് ആശ്വാസകരമാണ്. ഇന്ന് മാത്രം 5,593 പരിശോധനകളാണ് ഖത്തറിൽ നടന്നത്. ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് പരിശോധനകൾ 3,66,095 ഉയരുകയും ചെയ്തു. രാജ്യത്തെ പരിചരണ കേന്ദ്രങ്ങളിൽ പുതുതായി 85 പേരെയും അത്യാഹിത വിഭാഗത്തിൽ 6 പേരെയുമാണ് പുതുതായി പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ പരിചരണ കേന്ദ്രങ്ങളിലെ നിലവിലെ രോഗബാധിതർ 779ഉം ഗുരുതരമായ ആരോഗ്യാവസ്ഥയെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടവർ 187ആണെന്നും കണക്കുകൾ വ്യക്തമാക്കുന്നു. അമൃത ന്യൂസ്, ദോഹ. സ്റ്റേറ്റ് ഓഫ് ഖത്തറിലെ പൊതുഗതാഗത രംഗത്ത് ഇലക്ട്രിക് ബസ്സുകളുടെ സജീവ സാന്നിധ്യത്തിന് നടപടികൾ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. ഫിഫ ലോകകപ്പിനായി ഒരുക്കങ്ങൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ഖത്തർ
2022ഓടെ 20% ബസ്സുകളും ഇലക്ട്രിക് ബസ്സുകളായി മാറ്റുമെന്നാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പ്രസിദ്ധീകരിച്ച പ്രത്യേക റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഇതോടൊപ്പം രാജ്യത്ത് ബസ് സർവീസുകളുടെ സേവനം പരമാവധി പ്രോത്സാഹിപ്പിക്കുമെന്നും സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ നിന്നും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജൂൺ മാസത്തിൽ 1 ലക്ഷത്തിലധികം വിദേശികൾ മടങ്ങിയതായി സിവിൽ ഏവിയേഷൻ. ഇവരിൽ കൂടുതലും അറബ് രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. മെയ് 31 മുതൽ ജൂൺ അവസാനം വരെ കുവൈറ്റിൽ നിന്നും 590 വിമാനങ്ങളിലായി 1,02,623 യാത്രക്കാരാണ് മടങ്ങിയത്. ജൂണിൽ 185 വിമാനങ്ങളിലായി 30,033 ഇന്ത്യക്കാരാണ് ഖത്തർ എയർവേസിലും കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും യാത്ര തിരിച്ചത്. കുവൈറ്റിലെ മ്യൂസിക് ബീറ്റ്സ് ആഭിമുഖ്യത്തിൽ 24 മണിക്കൂർ ഫേസ്ബുക്ക് ലൈവ് സംഗീത വിരുന്ന് നാളെ രാവിലെ 6:30 മുതൽ ആരംഭിക്കും. നാട്ടിലും വിദേശ രാജ്യങ്ങളിലുമായുള്ള 35-ൽ പരം സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പരിപാടിക്ക് പ്രശസ്ത പിന്നണി ഗായകൻ വിധു പ്രതാപും നിത്യമാമനും തുടക്കം കുറിക്കും. തുടർന്ന് ഫ്രാങ്കോ, രഞ്ജിനി ജോസ്, അൻവർ സാദത്ത്, അഖില ആനന്ദ്, പ്രദീപ് ബാബു തുടങ്ങിയവരും മ്യൂസിക് ബീറ്റ്സിലെ ഗായകരും പരിപാടിയിൽ പങ്കെടുക്കും. ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു 24 മണിക്കൂർ ഫേസ്ബുക്ക് ലൈവ് സംഗീത വിരുന്ന് നടക്കുന്നത്. പരിപാടിയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം നിത്യജീവിതത്തിന് പ്രയാസം അനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കാൻ ഉപയോഗിക്കുമെന്ന് മ്യൂസിക് ബീറ്റ്സ് മാനേജ്മെന്റ് അറിയിച്ചു. രാജ്യത്തെ ഷോപ്പിംഗ് മാളുകളിലും പൊതുവിടങ്ങളിലും 12 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്ത് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ 2ാം ഘട്ടം നിലവിൽ വന്ന പശ്ചാത്തലത്തിലാണ് അധികൃതർ ഇത് സംബന്ധിച്ച വിശദീകരണം നൽകിയത്. ഇതനുസരിച്ച് ഖത്തറിൽ ഷോപ്പിംഗ് സെന്ററുകൾ, മാളുകൾ, പൊതുവിപണികൾ എന്നിവിടങ്ങളിൽ കുട്ടികൾക്ക് പ്രവേശന വിലക്ക് വരും ദിവസങ്ങളിലും തുടരും. ഖത്തറിലെ ഇന്ത്യൻ എംബസിയുടെ ജീവകാരുണ്യ വിഭാഗമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി ബെനവലന്റ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ 10ാമത് ചാർട്ടേഡ് വിമാനം ബാംഗ്ലൂരിലേക്ക് തിരിച്ചു. ഖത്തറിലെ കർണാടക സ്വദേശികളുടെ കൂട്ടായ്മയായ കർണാടക സംഘടനയാണ് ചാർട്ടേഡ് വിമാനത്തിലുള്ള ഒരുക്കങ്ങൾ നടത്തിയത്. വന്ദേ ഭാരത് മിഷനിലെ വിമാന നിരക്കിലാണ് 176 യാത്രക്കാരുമായി വിമാനം ബാംഗ്ലൂരിലേക്ക് ഇറങ്ങിയത്. സൗദിയിൽ കോവിഡ് സൃഷ്ടിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ലഘൂകരിക്കാൻ പ്രഖ്യാപിച്ച ഉത്തേജക സഹായ പദ്ധതികൾ ദീർഘിപ്പിക്കാൻ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉത്തരവ് നൽകി. സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന സൗദി ജീവനക്കാരുടെ വേതന വിഹിതം വഹിക്കൽ, പിഴകൾ നിർത്തിവെക്കൽ, സർക്കാർ ഫീസുകൾ ഒഴിവാക്കൽ എന്നിവ അടക്കമുള്ള പദ്ധതികൾ ദീർഘിപ്പിക്കാനാണ് രാജാവ് നിർദ്ദേശിച്ചത്. ഇത്തരത്തിൽ നിരവധി സഹായ പദ്ധതികളാണ് പാക്കേജിലുള്ളത്. ഈ വർഷത്തെ ഹജ്ജ് സീസണിൽ ബലികർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായി അപേക്ഷകൾ സ്വീകരിക്കാൻ തുടങ്ങിയതായി അദാഹി അറിയിച്ചു. ബലികർമ്മം നിർവഹിച്ച് മാംസം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വർഷം മുഴുവൻ ഇതിനായുള്ള പണമടച്ച് അപേക്ഷ നൽകാവുന്നതാണ്. ഈ വർഷം സൗദിയിലുള്ള സ്വദേശികൾക്കും വിദേശികൾക്കും മാത്രമാണ് പരിമിതമായ രീതിയിൽ ഹജ്ജ് ചെയ്യാൻ അവസരമുള്ളത്. ഖത്തറിൽ വിരിയിച്ച 19 ഒട്ടകപ്പക്ഷി കുഞ്ഞുങ്ങളെ പുറത്തിറക്കി. ഖത്തർ മുനിസിപ്പാലിറ്റി പരിസ്ഥിതി മന്ത്രാലയത്തിന് കീഴിലുള്ള നാച്ചുറൽ റിസർവ് അഡ്മിനിസ്ട്രേഷനാണ് ഒട്ടകപ്പക്ഷി കുഞ്ഞുങ്ങളെ വിരിയിച്ചത്. ഇവയെ കഴിഞ്ഞ ദിവസം അഷ്റിജ് റിസർവിലേക്ക് വിട്ടയച്ചു. ഈ കുഞ്ഞുങ്ങളെ സ്വാഭാവികമായി വളർത്തുകയും രാജ്യത്തെ ജൈവ വൈവിധ്യത്തെ സമ്പുഷ്ടമാക്കുകയും ചെയ്യുമെന്ന് ബലദിയ അധികൃതർ പറഞ്ഞു. കേരളത്തിൽ ഇന്ന് 160 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 14 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായി. 202 പേർക്ക് രോഗമുക്തിയുണ്ടായി. ആകെ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 2088 ആണ്. സംസ്ഥാനത്ത് 160 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. പത്തനംതിട്ടയിൽ 27, മലപ്പുറത്ത് 24, പാലക്കാട് 18, ആലപ്പുഴയിൽ 16, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കണ്ണൂർ ജില്ലകളിൽ 9 പേർക്ക് വീതവും, ഇടുക്കിയിൽ 8 പേർക്കും, കോഴിക്കോട് 7, കാസർഗോഡ് 5, വയനാട് ജില്ലയിൽ ഒരാൾക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 106 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും 40 പേർ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും വന്നതാണ്. 14 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗമുണ്ടായത്. ആലപ്പുഴയിൽ നിന്നുള്ള 5 പേർക്കും തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ നിന്നുള്ള 4 പേർക്ക് വീതവും കോട്ടയത്തെ ഒരാൾക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗമുണ്ടായത്. ഏറ്റവും കൂടുതൽ പേർ രോഗമുക്തി നേടിയെന്ന ആശ്വാസം കൂടിയുണ്ട്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 202 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ഇതിൽ മലപ്പുറത്ത് നിന്നുള്ള 57, പാലക്കാട് നിന്നുള്ള 53, കാസർഗോഡ് നിന്നുള്ള 23 പേരും ഉൾപ്പെടുന്നു. ഇതോടെ സംസ്ഥാനത്ത് 2088 പേരാണ് കോവിഡ് രോഗത്താൽ ചികിത്സയിൽ കഴിയുന്നത്. വിവിധ ജില്ലകളിലായി 1,78,099 പേർ നിരീക്ഷണത്തിലും കഴിയുന്നു. പരിശോധനകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 7,589 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലായി 3 പുതിയ ഹോട്ട്സ്പോട്ടുകൾ നിലവിൽ വന്നു. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. സംസ്ഥാനത്താകെ 123 ഹോട്ട്സ്പോട്ടുകളാണ് നിലവിലുള്ളത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
സമ്പർക്കത്തിലൂടെയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൊച്ചി നഗരത്തിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനം. ആരോഗ്യവകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ പരിശോധനകൾ ശക്തമാക്കും. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം കൂടുകയും സമ്പർക്ക വ്യാപനം തുടരുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വീണ്ടും കർശന നിയന്ത്രണങ്ങളിലേക്ക് പോകാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത്. ജില്ലയിൽ രോഗവ്യാപന സാധ്യത കൂടുതലാണെന്നും ജാഗ്രത കാണിച്ചില്ലെങ്കിൽ സ്ഥിതി രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്ന നിഗമനത്തിലാണ് ജില്ലാ ഭരണകൂടം. അത്യാവശ്യത്തിനല്ലാതെ ആരും പുറത്തിറങ്ങരുത്. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വി.എസ്. സുനിൽകുമാർ പറഞ്ഞു. രോഗലക്ഷണങ്ങളുള്ളവർ ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെടണം. മെട്രോ നഗരത്തിൽ രോഗവ്യാപനമുണ്ടായാൽ സ്ഥിതി ഗുരുതരമാകും. എന്നാൽ ജില്ലയിൽ ഇതുവരെ സാമൂഹിക വ്യാപനം ഉണ്ടായിട്ടില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. മാർക്കറ്റിലും അതുപോലെ തന്നെ ബ്രോഡ്വേ ആ പ്രദേശത്തും ഒക്കെ ഉണ്ടായിട്ടുള്ള പുതിയ സാഹചര്യത്തിൽ വളരെ കർശനമായ നിലയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുമെന്ന് ഉറപ്പുവരുത്താൻ ഉതകുന്ന തരത്തിലുള്ള ശക്തമായ നടപടി നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ള കാര്യം അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങാതിരിക്കുക എന്നുള്ളതാണ്. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാതെ ആര് പ്രവർത്തനം നടത്തിയാലും കർശനമായിട്ടുള്ള നടപടി പോലീസിന്റെ ഭാഗത്തുണ്ടാവും. ജില്ലയിൽ ആരോഗ്യവകുപ്പും പോലീസും ചേർന്ന് പരിശോധനകൾ കർശനമാക്കും. നഗരത്തിലെ എല്ലാ മേഖലകളിലും പോലീസ് സാന്നിധ്യം ഉറപ്പാക്കും. എറണാകുളം മാർക്കറ്റിൽ മാത്രം 6 വ്യാപാരികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. എല്ലാവർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത്. ഈ ഒരു സാഹചര്യത്തിൽ എറണാകുളം മാർക്കറ്റ് അടച്ചിരുന്നു. സമ്പർക്കത്തിലൂടെ വ്യാപാരികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചതോടെ കൂടുതൽ വ്യാപാരികളുടെ സ്രവ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാനത്തെ കോവിഡ് പ്രോട്ടോകോളിൽ മാറ്റം വരുത്തി ആരോഗ്യവകുപ്പ്. കോവിഡ് സ്ഥിരീകരിച്ച രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നതിൽ സർക്കാർ പുതിയ മാർഗനിർദ്ദേശം പുറത്തിറക്കി. ഇതനുസരിച്ച് രോഗം ബാധിച്ച ശേഷം നടത്തുന്ന ആദ്യ PCR പരിശോധനാ ഫലം നെഗറ്റീവായാൽ ഉടൻ ഡിസ്ചാർജ് ചെയ്യാം. പല ജില്ലകളിലും 1 മാസത്തിലേറെയായി രോഗികൾ ആശുപത്രിയിൽ തുടരുന്ന സാഹചര്യത്തിലാണ് പ്രോട്ടോകോളിൽ മാറ്റം വരുത്താൻ തീരുമാനിച്ചത്. രോഗലക്ഷണമില്ലാത്തവർക്ക് ഫലം നെഗറ്റീവായാൽ ഉടൻ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് തീരുമാനം. ചികിത്സയിലുള്ള രോഗികളുടെ 48 മണിക്കൂർ ഇടവിട്ടുള്ള തുടർച്ചയായ 2 ഫലങ്ങൾ നെഗറ്റീവായാൽ മാത്രം ഡിസ്ചാർജ് എന്ന രീതിയാണ് സംസ്ഥാനം ഇതുവരെ പിന്തുടരുന്നത്. ഒരു ലക്ഷണവും കാണിക്കാത്ത കോവിഡ് രോഗികൾക്കും വളരെ ചെറിയ ലക്ഷണങ്ങൾ മാത്രമുണ്ടായിരുന്നവർക്കും രോഗം സ്ഥിരീകരിച്ച് 10-ാം ദിവസം വീണ്ടും PCR പരിശോധന നടത്തണം. പനി, തൊണ്ടവേദനയടക്കം ലക്ഷണങ്ങളോടെ കാറ്റഗറി ബിയിൽ പെടുന്ന രോഗികൾക്ക് ലക്ഷണം മാറിയാൽ 14-ാം ദിവസം പരിശോധന നടത്തണം. ന്യൂമോണിയ അടക്കം ലക്ഷണങ്ങളോടെ എത്തുന്ന രോഗികളോ ഗുരുതരാവസ്ഥയിലുള്ളവരോ ആണെങ്കിൽ 14-ാം ദിവസമോ അല്ലെങ്കിൽ രോഗതീവ്രത കുറയുന്ന മുറയ്ക്കോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധന നടത്തണം. ഫലം നെഗറ്റീവായാൽ ഇവരെല്ലാം ഡിസ്ചാർജ് ചെയ്യാം. എന്നാൽ ഏത് വിഭാഗത്തിൽപ്പെട്ട രോഗികളും രണ്ടാമത്തെ പരിശോധനയിൽ പോസിറ്റീവ് എന്ന് കണ്ടെത്തിയാൽ നെഗറ്റീവ് ആകും വരെ 1.5 വിട്ടുള്ള ദിവസങ്ങളിൽ PCR പരിശോധന നടത്തണം. ഡിസ്ചാർജ് കഴിഞ്ഞാൽ 7 ദിവസം നിരീക്ഷണം തുടരണം. ചികിത്സയിലുള്ള കോവിഡ് രോഗികൾക്ക് ലക്ഷണങ്ങളൊന്നുമില്ലെങ്കിൽ വീണ്ടും PCR പരിശോധന നടത്താതെ തന്നെ 10-ാം ദിവസം ഡിസ്ചാർജ് ചെയ്യാൻ സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി ശുപാർശ നൽകിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിലായി 69 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗവ്യാപനത്തെ തുടർന്ന് ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരസഭ പൂർണ്ണമായും അടച്ചു. കോട്ടയം ജില്ലയിൽ വിദേശ ചികിത്സയ്ക്ക് ശേഷം കോവിഡ് മുക്തരായി തിരിച്ചെത്തിയ യുവതിയും ഒരു കുടുംബത്തിലെ 4 പേരും രോഗബാധിതരിൽ ഉൾപ്പെടുന്നു. മധ്യ കേരളത്തിലെ വിവിധ ജില്ലകളിൽ രോഗവ്യാപനം കൂടുന്നതിനെ തുടർന്ന് നിയന്ത്രണങ്ങൾ കർശനമാക്കുകയാണ്. സമ്പർക്കത്തിലൂടെ രോഗവ്യാപനം വർദ്ധിച്ചതോടെ ആലപ്പുഴ ജില്ലയിലെ കായംകുളം നഗരസഭ പൂർണ്ണമായും അടച്ചു. 16 പേർക്കാണ് ജില്ലയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ 6 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയേറ്റത്. കായംകുളം നഗരസഭ അടച്ചതോടെ KSRTC ഡിപ്പോയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. 183 പേരാണ് ജില്ലയിലാകെ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. പാലക്കാട് ജില്ലയിൽ 2ഉം 4ഉം വയസ്സുള്ള ആൺകുട്ടികൾക്കും ഒരു ഗർഭിണിക്കും ഉൾപ്പെടെ 18 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 53 പേർ രോഗമുക്തി നേടി. നിലവിൽ 245 കോവിഡ് രോഗികളാണ് പാലക്കാട് ജില്ലയിലുള്ളത്. തൃശൂർ ജില്ലയിൽ 9 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. രോഗബാധിതരെല്ലാവരും വിദേശത്ത് നിന്നും അന്യസംസ്ഥാനത്ത് നിന്നും എത്തിയവരാണ്. 165 പേരാണ് ജില്ലയിൽ രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത്. 4 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗം സ്ഥിരീകരിച്ചതുൾപ്പെടെ 9 പേരാണ് എറണാകുളം ജില്ലയിൽ കോവിഡ് പോസിറ്റീവായത്. കഴിഞ്ഞ ദിവസം രോഗം സ്ഥിരീകരിച്ച തോപ്പുംപടി സ്വദേശിയുടെ വ്യാപാര സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 3 പേർക്കും ജൂൺ 25-ന് രോഗം സ്ഥിരീകരിച്ച ആമ്പലൂർ സ്വദേശിയുടെ ബന്ധുവിനുമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയേറ്റത്. ഇതോടെ ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 189 ഉയർന്നു. 9 പേർക്കാണ് കോട്ടയം ജില്ലയിൽ പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. ഇതിൽ ഒരാൾക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. വിദേശത്ത് ചികിത്സയ്ക്ക് ശേഷം കോവിഡ് മുക്തയായി തിരിച്ചെത്തിയ യുവതിയും ഒരു കുടുംബത്തിലെ 4 പേരും രോഗബാധിതരിൽ ഉൾപ്പെടുന്നു. ഇതോടെ ജില്ലയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 116 ഇടുക്കി ജില്ലയിൽ 8 പേർക്ക് രോഗം സ്ഥിരീകരിച്ചപ്പോൾ 13 പേർ രോഗമുക്തരായി. എല്ലാവരും വിദേശത്ത് നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയവരാണ്.
44 പേരാണ് കോവിഡ് സ്ഥിരീകരിച്ച് ഇടുക്കിയിൽ ചികിത്സയിലുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. മലബാർ മേഖലയിൽ പുതുതായി 45 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസം വരെ 30-ന് മുകളിലായിരുന്ന മലപ്പുറം ജില്ലയിലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നത് ആശ്വാസകരമാവുകയാണ്. മലബാർ മേഖലയിൽ 45 പേർക്കാണ് COVID-19 സ്ഥിരീകരിച്ചത്. മലപ്പുറം ജില്ലയിൽ 24 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ചവരിൽ 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നാട്ടിലെത്തിയവരും 22 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും നാട്ടിലെത്തിയവരുമാണ്. കോഴിക്കോട് ജില്ലയിൽ പുതുതായി 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 6 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഒരാൾ ഇതര സംസ്ഥാനത്തു നിന്നും നാട്ടിലെത്തിയതുമാണ്. അതേസമയം ജില്ലയിൽ കഴിഞ്ഞ ദിവസം കോവിഡ് സ്ഥിരീകരിച്ചവരുമായി സമ്പർക്കം പുലർത്തിയ ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരും ഉൾപ്പെടെ നിരവധി പേർ നിരീക്ഷണത്തിലാണ്. കാസർഗോഡ് ജില്ലയിൽ പുതുതായി 4 പേർക്കാണ് രോഗം ബാധിച്ചത്. രോഗം ബാധിച്ച 4 പേരും വിദേശത്തു നിന്നും നാട്ടിലെത്തിയവരാണ്. അതേസമയം ജില്ലയിൽ 31 പേർ രോഗമുക്തരായി. കണ്ണൂർ ജില്ലയിൽ 9 പേർക്കാണ് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ചവരിൽ 7 പേർ വിദേശത്തു നിന്നെത്തിയവരും 2 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുമാണ്. വയനാട് ജില്ലയിൽ രോഗം സ്ഥിരീകരിച്ച വ്യക്തി തിരുവനന്തപുരത്ത് ചികിത്സയിലാണ്. ജില്ലയിൽ 10 പേർ രോഗമുക്തരായി. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ അമൃത ന്യൂസ്, കോഴിക്കോട്. രാജ്യത്ത് ലോക്ഡൌൺ പ്രഖ്യാപിച്ചിട്ട് 100 ദിവസം പിന്നിടുന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6 ലക്ഷം കടന്നു. ഒറ്റ ദിവസം റിപ്പോർട്ട് ചെയ്തത് 434 മരണങ്ങളാണ്. 24 മണിക്കൂറിനിടെ 19,148 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചപ്പോൾ ആകെ വൈറസ് ബാധിതരുടെ എണ്ണം 6,04,641 നിലവിൽ 2,26,947 പേരാണ് ചികിത്സയിലുള്ളത്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 3,59,860 ആകെ 17,834 പേർക്കാണ് ജീവൻ നഷ്ടമായത്. 90,86,173 സാമ്പിളുകൾ ഇതുവരെ പരിശോധിച്ചു. 24 മണിക്കൂറിൽ 2,29,588 ടെസ്റ്റുകൾ നടത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ ഇതുവരെ 363 തടവുകാർക്കും 102 ഉദ്യോഗസ്ഥർക്കും കോവിഡ് സ്ഥിരീകരിച്ചു. കൊല്ലം നീണ്ടകരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ 2 മത്സ്യത്തൊഴിലാളികളെ ഇറ്റാലിയൻ എണ്ണക്കപ്പലായ എൻറിക്ക ലെക്സിയുടെ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന ഇറ്റാലിയൻ നാവികർ വെടിവെച്ച് കൊന്ന കേസിൽ ഇന്ത്യക്ക് അനുകൂലമായ വിധി. അന്താരാഷ്ട്ര ട്രൈബ്യൂണലാണ് വിധി പ്രസ്താവിച്ചതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേസിൽ ഇന്ത്യ സ്വീകരിച്ച നടപടികളും ട്രൈബ്യൂണൽ ശരിവെച്ചു. ഇറ്റാലിയൻ നാവികർ നിയമം ലംഘിച്ചതായും കണ്ടെത്തി. കൊല്ലപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ട്. നഷ്ടപരിഹാര തുക കക്ഷികൾ ചർച്ച ചെയ്ത് തീരുമാനിക്കണമെന്നും ട്രൈബ്യൂണൽ നിർദ്ദേശിച്ചു. 2012 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ 65 വയസ്സ് പിന്നിട്ടവർക്ക് പോസ്റ്റൽ വോട്ട് അനുവദിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം. കോവിഡ് സ്ഥിരീകരിച്ചവർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും കൂടി ഈ സൗകര്യം ഉപയോഗിക്കാം. ജൂണിൽ ഇത് സംബന്ധിച്ച വിജ്ഞാപനം കേന്ദ്ര നിയമകാര്യ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു. കോവിഡ് കേസുകൾ കൂടുകയും തെരഞ്ഞെടുപ്പുകൾ അടുത്തുവരികയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് നിർണായക തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൈക്കൊണ്ടത്. പുതിയ ഉത്തരവ് പ്രകാരം 65 വയസ്സ് കഴിഞ്ഞവർക്ക് പോസ്റ്റൽ വോട്ടിന് അവസരമൊരുങ്ങി. 80 വയസ്സിനു മേൽ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്കും ശാരീരിക ആവശ്യകതകളുള്ളവർക്കും പോസ്റ്റൽ വോട്ട് അനുവദിച്ചുകൊണ്ട് 2019 ഒക്ടോബറിൽ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്തിരുന്നു. പുതിയ സാഹചര്യത്തിൽ പോസ്റ്റൽ വോട്ട് അനുവദിക്കുന്നതിനുള്ള പ്രായപരിധി 80 വയസ്സിൽ നിന്ന് 65 വയസ്സാക്കി കുറയ്ക്കുന്നതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം മുന്നോട്ട് വച്ചിരുന്നു. നിയമമന്ത്രാലയം ഈ നിർദ്ദേശം അംഗീകരിച്ചതോടെയാണ് നടപടികൾ വേഗത്തിലായത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നിവയിൽ ആകെ പുതിയ തീരുമാനം ബാധകമാകും. നിലവിൽ കോവിഡ് സ്ഥിരീകരിച്ചവർക്കും നിരീക്ഷണത്തിലുള്ളവർക്കും രോഗബാധ സംശയിക്കുന്നവർക്കും പോസ്റ്റൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കും. ഇത് സംബന്ധിച്ച കേന്ദ്ര നിയമ മന്ത്രാലയം വിജ്ഞാപനം പുറപ്പെടുവിച്ചു. പോളിംഗ് ബൂത്തിലെത്താൻ കഴിയാത്ത വോട്ടർമാരെ പ്രത്യേക വിഭാഗമാക്കി അവർക്ക് പോസ്റ്റൽ വോട്ടുകൾ അനുവദിക്കുക എന്നതാണ് കമ്മീഷൻ നിലപാട്. ഇതിനായി ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പ്രത്യേക കേന്ദ്രങ്ങളും ഉണ്ടാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തെ പരോക്ഷമായി പിന്തുണച്ച CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. UDFലെ ബഹുജന പിന്തുണയുള്ള പാർട്ടികളിലൊന്നാണ് കേരള കോൺഗ്രസ്. പുറത്താക്കൽ നടപടി മുന്നണിയെ കൂടുതൽ ദുർബലമാക്കും. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മാറ്റങ്ങൾ പ്രതിഫലിപ്പിക്കുമെന്നും പാർട്ടി മുഖപത്രത്തിൽ കോടിയേരിയുടെ ലേഖനം. ജോസ് കെ മാണി വിഭാഗത്തിന്റെ LDF പ്രവേശനത്തിൽ CPIയുടെ എതിർപ്പ് നിലനിൽക്കുന്നതിനിടെയാണ് CPM സംസ്ഥാന സെക്രട്ടറി പരോക്ഷ പിന്തുണയുമായി രംഗത്തെത്തുന്നത്. ബഹുജന പിന്തുണയുള്ള മാണി വിഭാഗത്തെ പുറത്താക്കുന്നതിലൂടെ UDFന്റെ സംഘടനാപരമായും രാഷ്ട്രീയപരമായുമുള്ള കെട്ടുറപ്പ് തകർന്നെന്ന് കോടിയേരി പറയുന്നു. കേന്ദ്രീകൃതമായ ഒരു നേതൃത്വം UDFനില്ലാതെയായി.
ഇത് മുന്നണിയുടെ തകർച്ചയ്ക്ക് വേഗം കൂട്ടുമെന്നും കോടിയേരി. UDF വിട്ട LJDയുടെ LDF പ്രവേശനത്തെയും ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ രംഗത്തെ ഈ മാറ്റങ്ങൾ LDFനെ ശക്തിപ്പെടുത്തും. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി, SDPI എന്നിവരുമായി കൂട്ടുകൂടാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. LDF സർക്കാർ കൂടുതൽ ബഹുജന പിന്തുണ നേടി മുന്നോട്ടു പോവുകയാണ്. ആസന്നമായ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നേറ്റം പ്രതിഫലിക്കുമെന്നും പറഞ്ഞാണ് കോടിയേരി ലേഖനം അവസാനിപ്പിക്കുന്നത്. പൊളിറ്റിക്കൽ ഡെസ്ക്, അമൃത TV. ജോസ് കെ മാണി ജനസ്വാധീനമുള്ള രാഷ്ട്രീയ കക്ഷിയെന്ന് LDF കൺവീനർ A. വിജയരാഘവൻ. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ലേഖനത്തിൽ പറഞ്ഞത് ശരിയാണ്. കേരള കോൺഗ്രസ് ഇല്ലെങ്കിൽ UDF കൂടുതൽ ദുർബലപ്പെടുമെന്നും ഇടതുമുന്നണി വിപുലീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും ഇടതുമുന്നണി കൺവീനർ പറഞ്ഞു. സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, ഇത് തർക്കമില്ലാത്ത വസ്തുതയില്ലേ. അവർ LDFിലേക്ക് ജോസ് കെ മാണി വിഭാഗത്തെ ചേർക്കുമോ ചേർക്കില്ലേ എന്നത് സംബന്ധിച്ച് ഇപ്പം നമുക്ക് അഡ്വാൻസ് ആയിട്ട് പറയാം. ഒരു ചർച്ച നടക്കും, രാഷ്ട്രീയല്ലേ, ഒരു ചർച്ച നടക്കുമ്പോഴാണ് അത് LDF കൂട്ടായിട്ട് ചർച്ച ചെയ്യുമ്പോഴാണ് അത് സംബന്ധിച്ചുള്ള അഭിപ്രായം ഞങ്ങൾ രൂപീകരിച്ച് പൊതുവായിട്ട് പറയാം. ഇടതു നേതാക്കളുടെ പ്രസ്താവനയിൽ സന്തോഷമുണ്ടെന്ന ജോസ് കെ മാണി. എന്നാൽ മുന്നണി മാറ്റം സംബന്ധിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യില്ലെന്നും ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നും ജോസ് കെ മാണി പ്രതികരിച്ചു. ഒരു കാര്യം കേരള കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചോളം ഞാൻ പറഞ്ഞു, ജനങ്ങൾ നമ്മളോടൊപ്പമാണ്. പിന്നെ ഈ ഒരു പ്രതിസന്ധിയൊക്കെ വരുമ്പോൾ ആ ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇരു പാർട്ടി എപ്പോഴും പറഞ്ഞല്ലോ, ഇപ്പോഴും UPAയുടെ ഒരു ഭാഗമല്ലേ. താങ്കൾ പറഞ്ഞ പോയിന്റ് പ്രധാനപ്പെട്ടതാണ്. KM മാണിയാണ് ഈ മുന്നണി പുറത്താക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു മുന്നണിയോട് പൊറുക്കാൻ ശ്രീ ജോസ് കെ മാണിക്ക് കഴിയുമോ ഇനി? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് പാർട്ടി തീരുമാനിക്കട്ടെ. ഞങ്ങളെ മുറിച്ചു മാറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പാർട്ടി ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും വരവിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് മാണി സി കാപ്പൻ MLA. പാലാ സീറ്റ് താൻ ജയിച്ച സീറ്റാണ്. സീറ്റ് വിട്ടുകൊടുക്കുന്ന ചരിത്രം LDFനില്ല. മുന്നണിയുടെ എന്താവശ്യങ്ങളും അംഗീകരിക്കുമെന്നും മാണി സി കാപ്പൻ പാലയിൽ പറഞ്ഞു. ജോസ് കെ മാണിയുടെയും കൂട്ടരുടെയും വരവിനെ NCP സ്വാഗതം ചെയ്യും, അതിന് യാതൊരു സംശയമില്ല. തുടർന്ന് പാലായുടെ ഒരു ഇക്വേഷനൊക്കെ വരുമ്പോൾ പാലാ ഇതുമായിട്ട് ബന്ധിപ്പിക്കുന്നതെന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും പാർട്ടിയെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ വേറൊരു മുന്നണി ഘടകകക്ഷിയുടെ സീറ്റ് എടുത്ത് കൊടുത്തിട്ട് മുന്നണിയിലേക്ക് കൊണ്ടുവരുന്ന പാരമ്പര്യം ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്കില്ല. പക്ഷേ സീറ്റ് സ്വാഭാവികമായും ചർച്ചകളൊക്കെ വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുമാറലൊക്കെ സംഭവിക്കില്ല. അതിനൊക്കെ NCPക്ക് ഒരു കടുംപിടുത്തമുണ്ടോ? പാല തന്നെ എല്ലാ കാലത്തും വേണം എന്നുള്ളൊരു ഇത് ഞാൻ ജയിച്ച സീറ്റാണ്, 52 വർഷങ്ങൾക്ക് ശേഷം പിടിച്ചെടുത്ത് ജയിച്ച സീറ്റാണ്. ആ സീറ്റ് മാറിക്കൊടുക്കാനൊന്നും LDF പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിൻ്റെ തീരുമാനം അന്തിമമായി LDFിൻ്റെ ആണ്. കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും. വഖഫ് ബോർഡ് സ്വത്ത് തട്ടിപ്പിൽ മഞ്ചേശ്വരം MLA MC ഖമറുദ്ദീനും മുസ്ലിം ലീഗ് നേതാക്കൾക്കുമെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യവുമായി INL രംഗത്ത്. വഖഫ് ബോർഡിന്റെ സ്വത്തിനെ പറ്റിയുള്ള കണക്കെടുപ്പ് തടയുന്നത് മുസ്ലിം ലീഗാണെന്നും INL നേതാക്കൾ വ്യക്തമാക്കി. സ്വത്തുക്കൾ തട്ടിയെടുക്കുന്നവർക്കെതിരെ നടപടിയെടുക്കണമെന്നും INL ആവശ്യപ്പെട്ടു. തൃക്കരിപ്പൂരിലെ സ്കൂൾ കെട്ടിടമടക്കം 2 ഏക്കറോളം ഭൂമി മഞ്ചേശ്വരം MLA ആയ MC ഖമറുദ്ദീൻ ചെയർമാനും മുസ്ലിം ലീഗ് നേതാക്കൾ ഭാരവാഹികളുമായ ട്രസ്റ്റിന് നിയമവിരുദ്ധമായി വിറ്റു എന്ന ആരോപണം വന്നതിന് പിന്നാലെയാണ് MC ഖമറുദ്ദീൻ MLAക്കെതിരെയും മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെയും വിമർശനവുമായി INL രംഗത്ത് വന്നിരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ സ്വത്തുക്കളിൽ വൻ അഴിമതി നടക്കുന്നുണ്ട്. സ്വത്ത് തട്ടിയെടുക്കാൻ മുസ്ലിം ലീഗ് കൂട്ടുനിൽക്കുന്നുണ്ടെന്നും മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടി വരുമെന്നും INL നേതാക്കൾ വ്യക്തമാക്കി. തട്ടിയെടുത്ത വഖഫ് ബോർഡിന്റെ സ്വത്തുക്കൾ തിരിച്ചുപിടിക്കണമെന്നും INL ആവശ്യപ്പെട്ടു. വമ്പിച്ച അഴിമതി മതത്തെ ഉപയോഗിച്ചുകൊണ്ടും സമുദായത്തെ ഉപയോഗിച്ചുകൊണ്ടും കച്ചവടം നടത്തുന്ന ആളുകൾ ഒരു വലിയ കുംഭകോണം വഖഫിനെ ആസ്വദിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. മുസ്ലിം ലീഗ് രക്ഷപ്പെടുമെന്ന് മുസ്ലിം ലീഗ് വിചാരിക്കേണ്ട. ചില ചോദ്യങ്ങൾക്ക് മുസ്ലിം ലീഗ് കൃത്യമായി മറുപടി പറയുക തന്നെ വേണ്ടിവരും. സംസ്ഥാന സർക്കാരും വഖഫ് ബോർഡും ഈ വിഷയത്തിൽ അടിയന്തര ശ്രദ്ധ പുലർത്തണമെന്നും INL ആവശ്യപ്പെട്ടു. വഖഫ് ബോർഡ് സ്വത്തുക്കൾ തട്ടിയെടുക്കുന്ന MC ഖമറുദ്ദീൻ MLAക്കും മറ്റ് ലീഗ് നേതാക്കൾക്കുമെതിരെ പ്രോസിക്യൂഷൻ നടപടി ആരംഭിക്കണമെന്നും INL വ്യക്തമാക്കി. അമൃത ന്യൂസ്, കോഴിക്കോട്. ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള അവിശുദ്ധ കൂട്ടുകെട്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തിരിച്ചടിയാകുമെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി P. മോഹനൻ.
മതരാഷ്ട്രവാദത്തെ പുണരുന്ന നിലപാടിലേക്കാണോ ലീഗിന്റെ പോക്കെന്ന് നേതാക്കൾ വ്യക്തമാക്കണം. ഇത്തരം കൂട്ടുകെട്ട് UDF-നെ ശിഥിലമാക്കുമെന്നും UDF ആത്മവിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം കോഴിക്കോട് പറഞ്ഞു. എഴുത്തിന്റെ വഴിയിലെ വേറിട്ട സാന്നിധ്യമായിരുന്ന OV വിജയന്റെ 90-ാം ജന്മദിനമായിരുന്നു ഇന്ന്. കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി പാലക്കാട് തസ്രാക്കിൽ ആഘോഷങ്ങളില്ലാതെയാണ് ഖസാക്കിന്റെ ഇതിഹാസകാരനെ ഓർമ്മിച്ച ഈ ദിനം കടന്നുപോയത്. തസ്രാക്കിന്റെ കഥാകാരന്റെ 90-ാം ജന്മദിനം. പക്ഷേ തസ്രാക്കിലും OV വിജയൻ സ്മാരകത്തിലും ആഘോഷങ്ങളില്ല. OV വിജയന്റെ ആരാധകർക്ക് പോലും കോവിഡ് ജാഗ്രതയുടെ ഭാഗമായി പ്രവേശനം നൽകുന്നില്ല. കഥാകാരന്റെ തട്ടകത്തിൽ ശാന്തത മാത്രം. 1930 ജൂലൈ 2-നാണ് OV വിജയൻ എന്ന മഹാനായ സാഹിത്യകാരന്റെ ജനനം. OV വിജയന്റെ വേർപാടിന് ശേഷവും എല്ലാ വർഷവും 2 ദിവസം ഇവിടെ ജന്മദിനാഘോഷങ്ങൾ പതിവായിരുന്നു. ഖസാക്കിന്റെ ഇതിഹാസകാരന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കൃതികളെ നെഞ്ചോടേറ്റിയ അനേകരാണ് ജന്മദിനത്തിലെത്തിയിരുന്നത്. പക്ഷേ ഈ 90-ാം ജന്മദിനത്തിൽ ആളൊഴിഞ്ഞ് നിശബ്ദതയുടെ സാഹിത്യമാണ് തസ്രാക്കിന്. അത് ഈ കൊറോണ കാരണമാണ്, അല്ലെങ്കിൽ 2 ദിവസത്തെ പരിപാടിയാണ് ഫുള്ളായിട്ട്. ഇപ്പോൾ ഈ കൊറോണ കാരണം പലയിടത്തു നിന്ന് ആൾക്കാർ വരും, അപ്പോൾ ആളിനെ കയറ്റണ്ട എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ടത്. തസ്രാക്കിൽ ആഘോഷങ്ങളില്ലെങ്കിലും ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവൽ വായിച്ച ഓരോ സാഹിത്യപ്രേമിയുടെയും മനസ്സിൽ എന്നും OV വിജയന്റെ ജന്മദിനം ഒരു വലിയ ആഘോഷമാണ്. OV വിജയൻ എന്ന എഴുത്തുകാരൻ വിട പറഞ്ഞിട്ട് 1.5 പതിറ്റാണ്ടായെങ്കിലും അദ്ദേഹത്തിന്റെ ഓർമ്മകളും കൃതികളും നമ്മോടൊപ്പമുണ്ട്. ഈ കോവിഡ് കാലത്തും ഒത്തുകൂടാതെ OV വിജയന്റെ 90-ാം പിറന്നാൾ ആഘോഷമാക്കാൻ സാഹിത്യപ്രേമികൾക്കായിട്ടുണ്ട്. അനശ്വരനായ OV വിജയൻ എന്ന സാഹിത്യകാരന്റെ ജന്മദിന ഓർമ്മകളോടെ ക്യാമറമാൻ A അനുരാഗിനൊപ്പം ബിനീഷ് കൊട്ടാരത്തിൽ, അമൃത ന്യൂസ്, പാലക്കാട്. കായികം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾസ്, എന്നെന്നും നിങ്ങളുടെ ഭവനത്തിന് സൂര്യ തേജസ്. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഫുട്ബോളിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. കരുത്തന്മാരുടെ പോരാട്ടത്തിൽ ലിവർപൂൾ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും. നേരത്തെ കിരീടമുറപ്പ്. ഇതോടെ മിഡിൽ ഈസ്റ്റ് വാർത്തകൾ സമാപിക്കുന്നു. ശുഭരാത്രി.